ഹലോ. ഹലോ. ഫ്രീയായോ? പറഞ്ഞോളൂ. ഒന്നുമില്ല, ഞാനൊരു കാഷ്വലായിട്ട് വിളിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില കുറച്ച് സംശയങ്ങള് എന്താന്ന് പറഞ്ഞാല്, ഇപ്പം ആൾക്കാരെടുത്തൊക്കെ സംസാരിക്കുമ്പോ ആവശ്യമില്ലാതെ അത് ശരിയല്ല ഇതല്ലാതൊക്കെ ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോവാ. അങ്ങനെ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, ഈ സുന്നി സമസ്തന്റെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ചില എന്താ പറയാ നബിദിനം അതൊക്കെ പറയുമ്പോ അതിനൊക്കെ എതിർത്ത് ഇപ്പൊ അവരെന്ത് പറഞ്ഞാലും നമുക്ക് അവരോടൊരു അത് ശരിയല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അങ്ങനത്തെ ഒരു ധാരണ വന്നോന്നൊരു സംശയം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലൊന്നും മനസ്സിലാക്കാൻ നമുക്കിപ്പോ ചെറിയ അറിവുള്ളൂ. അപ്പോ ചില കാര്യങ്ങൾ അവര് പറയുമ്പോ അതെന്താണ് അതിന്റെ സത്യാവസ്ഥ, ഇപ്പോ ഇനി നമ്മൾ ചെയ്താൽ അത് തെറ്റായി പോവോ, ഒരു പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു സംശയവും, അതേപോലെ തന്നെ ആവശ്യമില്ലാത്തൊരു നിഷേധവും അങ്ങനെയൊക്കെ വന്നോന്നൊരു സംശയം. ഏത് വിഷയം പറയുമ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്? ഇപ്പോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നേരത്തെ എന്തൊക്കെയാണ് ഞാൻ ബാംഗ്ലൂരാ. ഭയങ്കര ഒരു പ്രോബ്ലം. പറഞ്ഞോളൂ. എന്ത് കാര്യങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് തോന്നുന്നത്? കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ അടുത്തെനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ഇന്നാളൊരു വീഡിയോ കണ്ടപ്പോഴേ അതിൽ ഈ നിസ്കാരത്തിന് ശേഷം നമ്മള് കൂട്ടമായിട്ടുള്ള ദുആ ഉണ്ടല്ലോ, കൂട്ടമായിട്ടുള്ള ദുആ ശരിക്കും അതിന് റസൂലുള്ളാഹിന്റെ ഒരു ഹദീസോ അതിനോടൊരു പിൻബലം ഇല്ല അങ്ങനെ ചെയ്തതായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം എനിക്ക് നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ ദുആ ചെയ്യാതെ ഞാൻ ഇറങ്ങി നല്ല എണീറ്റ് പോകല. അപ്പൊ അത് ശരിയാണോ, അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ്, അങ്ങനെയുള്ള ചെറിയ എന്തായാലും അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെയാണ് സംശയം. നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന എന്നത് പ്രവാചകന്റെ സുന്നത്തിലില്ല, സ്വഹാബാക്കളുടെ ആസാറിലും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഇതെങ്ങനെ വന്നു എന്നുള്ളത്, അത് ഈ നമ്മുടെ നാട്ടില് സാധാരണ അങ്ങനെ ചെയ്യുന്നത് ഒരു ഉസ്താദ്, ഇപ്പൊ ആ വിഭാഗത്തിൽ ആര് ചെയ്താലും അങ്ങനെ ഒരു ചെറിയ ദുആ ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ ഒരു പള്ളിയിലൊരു ഇമാമത്ത് നിൽക്കുന്ന ഒരാളുണ്ടാവും. ആ ആള് നമുക്ക് ഇക്കാമത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നിസ്കാരത്തിന് ഇമാമ് നിൽക്കുന്നു. ഇമാമ് നിന്നതിന് ശേഷം മൂപ്പര് ചില കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അതിന്റെ ലാസ്റ്റ് ദുആ ചെയ്ത് സലാത്തും ചൊല്ലി പിരിയുന്നു. നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്കിപ്പോ 38. നിങ്ങള് ഓർമ്മ വെക്കുമ്പോ ആദ്യമായിട്ട് പള്ളിയിൽ പോകുന്ന ആ ഒരു കാലഘട്ടം ഏതായിരിക്കും? ജമാഅത്തിൽ പഠിക്കുന്ന സമയം അപ്പൊ ഒരു 10-28 കൊല്ലം മുമ്പേ ഒക്കെ കൂട്ടാൻ നമുക്ക്. ആ സമയത്ത് നിങ്ങളുടെ മഹല്ല് ഇമാമ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ദുആ ചെയ്യാറുണ്ടായിരുന്നില്ലേ? ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള പള്ളിയിൽ തന്നെ ഞാൻ പോകുന്നത്. ശരി. അങ്ങനെ ദുആ ചെയ്യാറുള്ള ആ ഒരു സമയത്ത് അതിനുശേഷം സ്വലാത്ത് ഉണ്ടായിരുന്നോ? അതിനുശേഷം പിന്നെ നമ്മള് അങ്ങനത്തെ ചൊല്ലി അതൊക്കെ ചൊല്ലിയിട്ടാണ് ദുആ ചെയ്യാം. ആ ദുആ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 സ്വലാത്ത് എന്നുള്ള സംഭവം ഉണ്ടായിരുന്നോ? അതുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴുണ്ട്, അന്നും ഉണ്ടായിരുന്നോ? അന്നുണ്ട്. എന്നാൽ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പള്ളിയിൽ പോകുമ്പോ അങ്ങനെ ഒരു സ്ഥലത്തില്ല. പിന്നീട് അത് ഏതോ കാലഘട്ടത്തിൽ വന്നൊരു സംഭവമാണ്. അതിൽ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത് അറിയോ, നമ്മള് അന്ന് ഈ വ്യാഴാഴ്ച രാത്രി ഉണ്ടല്ലോ, വ്യാഴാഴ്ച രാത്രി ഹദ്ദാദ് ചൊല്ലി കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇശാ നിസ്കരിക്കുക. അപ്പൊ ഇശാ നിസ്കരിച്ച് കഴിഞ്ഞാല് ആ ഇശാന്റെ ജമാഅത്ത് കഴിഞ്ഞാല് മാത്രം 10 സ്വലാത്തും ഒരു അല്ലാഹുമ്മ സ്വല്ലി ചൊല്ലിട്ടാണ് പിരിയുക നിസ്കാരത്തിന് ശേഷം. ബാക്കി എല്ലാ നിസ്കാരത്തിനും 3 സ്വലാത്തും ഒരു അല്ലാഹുമ്മ സ്വല്ലി ചൊല്ലിട്ടാണ് പിരിയുക. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു അന്ന്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ പള്ളിയില് അദ്ദാദ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലാത്തത് കാരണം കൊണ്ട് ഈ ഒരു സംഭവം എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം 10 സ്വലാത്തും അല്ലാത്ത വക്തിനൊക്കെ 3 സ്വലാത്തും ആണ് ഉള്ളത്. ശരി. ഇനി നിങ്ങളുടെ നാട്ടില് മദ്രസയില് മജ്‌ലിസ് നൂർ നടക്കാറുണ്ടോ?
എന്റെ ചെറുപ്പത്തിലൊന്നും ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾ മജലിസിനോടൊന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ഡിസൈനും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഡിസൈനർ ആയിരിക്കും. AP മഹലാണോ EK മഹലാണോ? രണ്ടും ഉണ്ട്. അവിടെ EK മഹലാണ് ശരിക്കും, പക്ഷെ അവിടെ പഠിപ്പിക്കാൻ വരുന്ന ഉസ്താദ്മാരൊക്കെ AP ആണ്. വെരി ഗുഡ്. പിന്നെ അപ്പോ ആ മജ്ലിസുന്നൂർ എവിടെയായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? മജ്ലിസുന്നൂർ ഇല്ല അന്ന്. സംഭവം ഉണ്ട്. മജ്ലിസുന്നൂർ എന്ന് പറഞ്ഞാല് അത് അസ്മാ ബദറായിട്ടും മറ്റും ഇവരുടെ ചില ബുക്കുകളിലൊക്കെ സംഭവം ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്ത്രീകളെയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി കൊടുത്തിട്ട് ഇതിങ്ങനെ ചൊല്ലാറുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ശരിയില്ല. അപ്പോ ഒരു 10-20 വർഷത്തിന് ഇപ്പുറമായി വന്നിട്ടുള്ള ഒരു പുതിയൊരു സംഭവമാണ് മജ്ലിസുന്നൂർ, അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം മാസാന്ത സലാത്ത് അല്ല. മജ്ലിസുന്നൂർ ഒരു വിഭാഗം, മറ്റൊരു വിഭാഗം മഹ്ലറത്തുൽ ബദരിയ. ഈ സംഭവം ഉണ്ടായത് 2000-ന് ശേഷമാണ്. ഈ 2000-ന് ശേഷമാണ് മൗലൂദ് ഗ്രന്ഥങ്ങളിലുള്ള കുറെ കാര്യങ്ങള്. നിങ്ങൾ വല്ലപ്പുഴ സംവാദം എന്നൊരു പ്രോഗ്രാം എനിക്ക് തോന്നുന്നു 2004-2005 കാലഘട്ടത്തിലാണ് തോന്നുന്നുണ്ട് നടന്നത്. കുറച്ചൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, വല്ലപ്പുഴ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ അന്ന് മൗലൂദ് എന്ന് പറയുന്ന ആ ഒരു ബുക്കിനെതിരെ പല കോണുകളിൽ നിന്നും അതിന്റെ യാഥാർത്ഥ്യം, അതുവരെയും ആളുകൾക്ക് അതിന്റെ അർത്ഥം അറിയില്ലായിരുന്നു. അത് സത്യം. പിന്നെ ചില ആളുകൾ അതിന്റെ അർത്ഥം ഇങ്ങനെ വിളിച്ച് പറയല് തുടങ്ങിയപ്പോ അത് വിത്തറ്റ് പോകുമോ, ഇവിടെ നിന്ന് എടുത്തു പോകുമോ എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോ അങ്ങനെയാണ് ഈ ഒരു സംവിധാനം, ഈ മജ്ലിസുന്നൂർ പോലെയുള്ള സാധനങ്ങൾ, അത് വിദേഹത്താണ്. അത് വിദേഹത്ത് എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു സാധനം ഇങ്ങനെ തൊട്ട് മുമ്പ് പോലും ഉണ്ടായിരുന്നില്ല. ഒരു 20-25-30 കൊല്ലം മുമ്പ് പോലും ഉണ്ടായിരുന്നില്ല. ഇല്ല, പിന്നീട് വന്നത്. പിന്നീട് ഈ 2008-2009 അതിനുശേഷം പെട്ടെന്ന് ഇതിനെതിരെയൊക്കെ പ്രവർത്തിച്ചിരുന്ന, ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിരുന്ന കുറച്ച് ആളുകള് അവര് തന്നെ തമ്മില് ചില തർക്കങ്ങളും അതിന്റെ ഭാഗമായിട്ട് പോയപ്പോ അപ്പൊ പിന്നെ ഈ മൗലൂദ് ഇവിടെ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പിന്നീട് നിലനിന്ന് പോവുകയാണ് ചെയ്തത്. അപ്പൊ ചുരുക്കി പറഞ്ഞത് മജ്ലിസുന്നൂർ എങ്ങനെ വന്നോ അതേപോലെ ദുആക്ക് ശേഷമുള്ള സ്വലാത്ത്, അതിനെതിരെ EK അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതും അതുപോലെ തന്നെ പൊന്മള പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ വീഡിയോയിൽ പല സമയത്തും ചെയ്തിട്ടുണ്ട്. ഇത് ദുആക്ക് ശേഷമുള്ള സ്വലാത്തിനെ കുറിച്ച്. അപ്പൊ അതെങ്ങനെ വന്നോ അതുപോലെ വന്നതാണ് ഈ പറയപ്പെട്ട ദുആയും. അത് ഈ ദുആ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല ആളുകൾക്കും ദുആ ചെയ്യാൻ അറിയില്ല, മുസ്ലിയാക്കന്മാർക്കേ അറിയുള്ളൂ. ഇപ്പൊ ഒരാള് യാത്ര പോവാണ്, ഗൾഫിക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകള് ഒരു മൗലിയരെ വിളിച്ചുകൊണ്ടിരും. കല്യാണത്തിന് പുതിയാക്കൾ ഇറങ്ങുമ്പോ ദുആ, അങ്ങനെ ഓരോന്നിന് ജീനിച്ചാൽ ദുആ, അതിന്റെ പോലെ തന്നെ നിസ്കരിച്ചാൽ ദുആ എന്നുള്ളൊരു നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ എന്നുള്ളത് വന്നത്. പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ എന്റെ സംശയം എന്താന്ന് പറഞ്ഞാല് ഇപ്പം പിന്നെ അതില് നമ്മൾ പങ്കെടുക്കുന്നത് തെറ്റാണോ അല്ലെങ്കിൽ നമുക്ക് അതിൽ വിശ്വസിക്കുന്നതാണോ നല്ലത്? അതൊക്കെ നിങ്ങൾ ഏതെങ്കിലും പണ്ഡിതന്മാരോട് ചോദിക്കാം. ഞാൻ ഇതിനൊക്കെ മറുപടി പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങള് അത് ദീനിലില്ലാത്തത് ഇവർ ചെയ്യുന്നു. പിന്നെ അതിന്റെ മറ്റു രീതികളും മറ്റുള്ളതും അത് നിങ്ങൾ ഏതെങ്കിലും ഉസ്താദന്മാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ അതില് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അതാണ് എന്റെ ഒരു ഡൗട്ട്. എന്താ വെച്ചാൽ ഇപ്പൊ ചില സമയത്ത് നമ്മള് ഇപ്പോ ഇടയ്ക്ക് ഇനബിദിനത്തിന്റെ കാര്യങ്ങൾ വെച്ച് തന്നെയാണ് അധികവും തർക്കങ്ങളൊക്കെ വരിക. സംസാരിക്കുന്ന സമയത്ത് ആദ്യം ഞാൻ മൗലൂദ് എന്റെ വീട്ടിലൊക്കെ മൗലൂദ് ചെല്ലുന്നത് ഞാൻ തന്നെയാണ്. ഞാനായിരുന്നു എന്റെ നേതാവ്. അപ്പൊ ഇപ്പം ആൾക്കാരുടെ സ്വാഭാവികമായിട്ടും നമുക്കൊരു മുജാഹിദ് എന്നുള്ള പേരൊക്കെ വന്നു. നിങ്ങൾ മുജാഹിദാണോ? ഒരിക്കലുമില്ല. ഞാൻ കുഞ്ഞായി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തുന്നു. അത് നിങ്ങൾ മൗലൂദിലേക്കോ അല്ലെങ്കിൽ റാത്തീബിലേക്കോ അദ്ദാദിലേക്കോ അല്ല പോകേണ്ടത്. ഞാനത് ചെയ്യാറില്ല ഇപ്പം. റിയാസ് ഭായ്, നിങ്ങൾ കരുതിയിട്ടുള്ളത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ആളുകള് അവര് പറയുന്നു മൗലൂദ് ശിർക്കാണ്, പിന്നെ നബിദിനം ബിദ്അത്താണ്, അങ്ങനെ ഇതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിൽ അതുകൊണ്ട് മാത്രം ദീന് നമുക്ക് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ പഠിക്കാനോ കഴിയില്ല. അതൊക്കെ തെറ്റാണ് എന്നേ നമുക്ക് മനസ്സിലാവുള്ളൂ.
നമ്മൾ യഥാർത്ഥ ദീന് എന്നുള്ളത് അത് ഖുർആനും സുന്നത്തുമാണ്. അത് പഠിക്കുക. അത് പഠിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതൊക്കെ. അതെ, അതിന് നല്ലൊരു സോഴ്സ് എന്താണെന്നുള്ളതാണ് ഞാൻ എന്റെ ഒരു മെയിൻ ആവശ്യം. പിന്നെ നമുക്ക് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും റെഫറൻസ് തരാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇന്ന് ഇവിടെ എനിക്ക് അതിന്റെ സോഴ്സ് എന്താണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാനിതൊക്കെ പഠിച്ചിരുന്നത് കുറച്ചൊക്കെ ഇതിനെ കുറിച്ച് പഠിച്ചത് സൗദിയിൽ നിന്നാണ്. അവിടെ അതിന് നമുക്ക് സോഴ്സ് ഉണ്ട്. ഞാനിപ്പോ ഒരു ചാനൽ ഞാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ സീറൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അൽ ഫുർഖാൻ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഇതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചാനലായിട്ട് തോന്നിയാണ്. ഹദീസും എന്താ പറയാ സ്വഹീഹായ ഹദീസുകളും ഒക്കെ വെച്ചിട്ടാണ് പിന്നെ അതില് മാക്സിമം കവർ ചെയ്ത് പോകുന്നത്. അതില് മെയിൻ കാര്യം എന്താ, ഓരോ വിഷയം പറയുമ്പോഴും ഒന്ന് പോസ് ചെയ്തിട്ട് അതിലുള്ള ഒരു ഗുണപാഠം കൂടെ പറഞ്ഞായിരുന്നു. കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിലിപ്പോ റസൂലുള്ളാഹിന്റെ സീറ നടന്നുകൊണ്ടിരിക്കുകയാണ്. 103 എപ്പിസോഡായി. അത് ഹുദൈബിയ സന്ധിയിലേക്ക് എത്തിയത്. അത് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ട്. അതുപോലെ ഏതെങ്കിലും ചാനലോ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ന്യൂട്രലായിട്ട് എന്താ പറയുക കാര്യങ്ങൾ മനസ്സിലാക്കുക, നമുക്കൊന്ന് ആലോചിക്കാനോ ഒന്ന് ചിന്തിക്കാനോ ഉള്ള ഒരു ഇതും കൂടെ കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ചാനലോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്നുള്ളതാണ്. അൽ ഫുർഖാൻ എന്നുള്ള ചാനൽ ഞാൻ ഇടയ്ക്ക് 1-2 വീഡിയോകൾ കണ്ടിട്ടുണ്ട്. നല്ല അതിലെ അവതരണ ശൈലിയും ആ ശബ്ദവും ഒക്കെ നല്ലത് തന്നെ. അതുപോലെ അതിൽ നമുക്ക് ഈ പറയപ്പെട്ട ചരിത്രങ്ങൾ പഠിക്കുവാനാണ് അതില് ഒന്നുകൂടി ഈ നിങ്ങൾ പറഞ്ഞ ഹുദൈബിയ സന്ധി പോലെയുള്ള ആ വിഷയം, അതുപോലെ തന്നെ ഖന്തക്കിൽ നടന്ന ചില കാര്യങ്ങളൊക്കെ. അതെ, ഖന്തക്കിന് ശേഷം നടന്ന കാര്യങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ വിവാദം നടന്ന ഒരു സംഭവമല്ലേ. അതെ അതെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ അതില് അടിസ്ഥാനം എന്താണോ അതിന്റെ പ്രമാണം അതൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, നമ്മൾ സീറയിലേക്ക് പോകുമ്പോൾ സീറ മനസ്സിലാക്കണം. സീറ നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെ പറയുന്നതിന് മുമ്പ് ഈ പ്രവാചകൻ മക്ക മണലാരണ്യത്തിൽ വന്നുകൊണ്ട് ആദ്യമായിട്ട് ഇവർക്ക് കൊടുത്തത് നിസ്കരിക്കും, നോമ്പൊലിക്കും, ഹജ്ജ് ചെയ്യുന്നൊന്നല്ല പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തത്. അത് സത്യമാണ്. അതിന് ഞാൻ വേറെ കാര്യം കൂടെ പറയാനുള്ളത്, ശരിക്കും പിന്നെ എന്താ പറയാ, ഞാനും ഈ പണ്ട് എനിക്കൊരു മാറ്റം തുടങ്ങിയത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റമദാനില് പിന്നെ ബദറിനെ പറ്റിയിട്ട് ഒരു വീഡിയോ കണ്ടേ. അതില് പിന്നെ അവിടുന്നാണ് എനിക്ക് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തത വരുന്നത്. നമ്മുടെ ആശയത്തിലൊക്കെ ഒരു മാറ്റം വരുത്തണം, ഇതൊന്നും ശരിയല്ല എന്നൊരു തോന്നൽ വരാൻ കാരണം എന്താ വെച്ചാല്, ഇപ്പൊ ആ ഒരു ഇതില് വീഡിയോ പറയണം എന്താ വെച്ചാല്, പിന്നെ ബദറിന്റെ സമയത്ത് ബദർ യുദ്ധത്തിൽ പോകുമ്പോ അബൂജാഹില് ശരിക്കും കാബന്റെ കില്ല പിടിച്ചിട്ട് ഒരു ദുആ ഉണ്ടായിരുന്നു. അള്ളാഹിനോട് വിളിച്ച് ദുആ ചെയ്യുന്നു. പക്ഷേ ഖുർആനില് ബദറിനെ പറ്റി അത് പറയുമ്പോൾ യൗമുൽ ഫുർഖാൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അസത്യത്തിന്റെ മേലെ സത്യം വിജയം നേടിയ ദിവസം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണെന്നുള്ള ഒരു ചിന്ത അപ്പോഴാണ് വന്നത്. നമ്മൾ അള്ളാഹിനോട് ചോദിക്കാതെ നമ്മളിങ്ങനെ ബാക്കിയുള്ള മഹാന്മാരെ വിളിക്കുന്നു എന്നുള്ള ചിന്ത ഒക്കെ തുടങ്ങിയത് അവിടെ നിന്നാണ്. അതിനുശേഷമാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു തുടക്കം നമുക്ക് എന്താ പറയാ, നമ്മുടെ ഈ ചിന്താഗതിയൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിലേക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കുറച്ച് സമയം എനിക്ക് തരണം. അതായത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടിയതിനു ശേഷം മക്കയിലുള്ള ആളുകളെയൊക്കെ വിളിച്ചു പറഞ്ഞത്, അന്ന് അവിടെ റസൂലുള്ളാഹിക്കെതിരോ അങ്ങനത്തെ ഒന്നുമില്ലാത്ത കാലത്ത് മക്ക നിവാസികളെ കൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ പറഞ്ഞത്. ഈ കൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ എന്നാണ് അവരോട് പറഞ്ഞത്. അപ്പൊ തന്നെ അവിടെ 2 ചേരിയായി പോയി. ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗവും ന്യൂനപക്ഷമായിട്ടുള്ള ചെറിയൊരു സംഘവുമാണ് അവിടെ ഉരുത്തിരിഞ്ഞത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എനിക്കോ നിങ്ങൾക്കോ അതിന്റെ യഥാർത്ഥ കണ്ടന്റ് ആ ഒരു വാക്കിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ ഉച്ചരിക്കുകയാണ്.
അതുപോലെ അബൂ ലഹബിന് അതിന്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തബ്ബല്ലക്കിയ മുഹമ്മദ് നീ നശിച്ചു പോട്ടെ, നീ എന്താണ് ഈ പറയുന്നതെന്നാ ചോദിച്ചത്. ഇന്ന് ഒരാളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ ഒരു വാക്കിന്റെ ആ ഒരു ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാവാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞേക്കാം. എന്നാൽ അത് എന്താണ് ആ ഒരു വാക്ക് പ്രതിനിധാനം ചെയ്യുന്നത്, അതിന്റെ സത്യം എന്താണെന്ന് ഉൾക്കൊണ്ട ആളുകൾ അവിടെ വെച്ചിട്ട് കട്ടൻ റൈറ്റ് ആയിട്ട് അല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരും ഒരു ഇലാഹു ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പൊ ഇത്ര അബൂലഹബിന് അവിടെ ഒരു കുരുപൊട്ടാൻ കാരണം എന്നുള്ളതും ചിന്തിച്ചാൽ മതി. ഒന്ന്, അത് നിങ്ങളുടെ പോയിന്റ് ആക്കിയിട്ട് അവിടെ വെക്കുക. രണ്ട്, അതിനുശേഷം വളരെ ചെറിയൊരു സംഘമായ മുസ്ലിങ്ങളായിട്ടുള്ള റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് അവർക്ക് ആദ്യമായിട്ടൊരു അമല് കൊടുക്കുന്നത്, ഇന്ന് മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ ഏറ്റവും ഒന്നാമത്തെ അടയാളം അവൻ നിസ്കരിക്കുന്നവനാണെന്നാണല്ലോ. ആ നിസ്കാരമാണ് ആദ്യമായിട്ട് ഹിസാബ് എടുക്കുക മക്കറയിൽ എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആരും പറയുക നിസ്കാരം, നോമ്പ്, ഇസ്ലാമിന്റെ തൂണുകൾ അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കഴിഞ്ഞാല് അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് 4 കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളാണ് തരുന്നത്. ഇതാണ് മുസ്ലിങ്ങള് ഏറ്റവും കൂടുതൽ അനുഷ്ഠിച്ചു പോരുന്ന കാര്യവും. എന്നാൽ സ്വഹാബത്തിന് റസൂലുള്ളാഹ് ആദ്യമായിട്ട് നമസ്കാരം കൊടുക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഇസ്രാ മിറാജ് എന്നുള്ള ഒരു വിഷയത്തിന്റെ ഭാഗമായിട്ടുള്ള യാത്രയുടെ ശേഷമാണ് നമുക്ക് നിസ്കാരം, ആദ്യത്തെ ഒരു ഇബാദത്ത് കിട്ടുന്നത്. അതുവരെയും അവർ അനുഷ്ഠിച്ചിരുന്ന അമൽ എന്താണ്, ഇബാദത്ത് എന്താണ്, അത് ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമേ നമുക്കുള്ളൂ. ഇനി അതും നോട്ടായിട്ട് വെക്കുക. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഖബർ സിയാറത്ത് പോലും നിഷിദ്ധമാക്കിയിട്ട്, ഖബർ സിയാറത്ത് എന്നുള്ളത് ഹറാമാണ് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സ്വഹാബത്തിന് പഠിപ്പിച്ച ദീൻ എന്താണ്? നിസ്കാരമല്ല, നോമ്പല്ല, ഹജ്ജല്ല, സക്കാത്തല്ല, ഒന്നുമല്ല. അവിടെ പഠിപ്പിച്ചത് എന്താണ്? തൗഹീദാണ്. അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിയുക. അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കുവാനും അവനിൽ പരമർപ്പിക്കുവാനും അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലാവുള്ളൂ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വലിയ തരത്തിലുള്ള ഷെറുകളൊന്നും വരാനില്ല, സൂക്ഷ്മത ഉള്ളവരായിട്ട് ജീവിക്കാൻ കഴിയും. ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത് അള്ളാഹുവിന്റെ തിരുദൂതരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകർ അള്ളാഹുവിന്റെ കലാമിലൂടെയാണ് നമുക്ക് ദീൻ പറഞ്ഞു തന്നത്. ആ പ്രവാചകന്റെ ചര്യയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്, പിന്തുടരേണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടെ, എന്താണ് ദീനുൽ ഇസ്ലാം എന്ന് പഠിപ്പിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, ആരാണ് സ്വർഗത്തിന്റെ അവകാശികള്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് നിലകൊണ്ട ചര്യ, ഇന്നേ ദിവസമുള്ള ഈ ചര്യ ആരാണോ പിന്തുടരുന്നവര് അവരാണ് സ്വർഗത്തിന്റെ അവകാശികള് എന്ന് പറയുന്നുണ്ട്. അവർക്ക് പറയുന്ന പേരാണ് ഫിർഖത്തുൻ നാജിയ എന്ന് പറഞ്ഞാല് അഹ്ലുസുന്ന വൽ ജമാഅ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതായത് 73 വിഭാഗങ്ങളാവും എന്റെ ഉമ്മത്ത്. മറ്റുള്ള വിഭാഗങ്ങളൊക്കെ 72, 71, 72 ആയിട്ടുണ്ട്. എന്റെ ഉമ്മത്ത് 73 ആകും. എന്നാൽ അതിൽ എല്ലാം മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും പിഴച്ചു പോയവരാണ്. ആ ഒരു വിഭാഗക്കാരാണ്. അതാണ് റസൂലുള്ളയും സ്വഹാബത്തും നിലകൊണ്ട അന്നത്തെ അതേ ചര്യ പിന്തുടരുന്നവർ. മാ അന അലൈഹി വ അൽ യൗമ അസ്ഹാബിഹി എന്നാണ് ആ ഹദീസ്. ഇനി ഹജ്ജത്തുൽ വിദാഇൽ വെച്ചുകൊണ്ട്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന് ശേഷമുള്ള ആ ഒരു അറഫ സംഗമത്തില് ഒരു പ്രസംഗം നടത്തുന്നുണ്ട് റസൂലുള്ളാഹി. ആ പ്രസംഗം നടക്കുന്ന സമയത്ത് ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയ ആയത്താണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിയതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്, ഈ പരിശുദ്ധ ഇസ്ലാം സമ്പൂർണമായിട്ടും അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ട് തന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്നും വരാനില്ല എന്നുള്ളതാണ് ആ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളയും സ്വഹാബത്തും ജീവിച്ച ആ ഒരു 6-ാം നൂറ്റാണ്ട്,
അവരെങ്ങനെ ദീന് മനസ്സിലാക്കിയോ അതുപോലെ ദീൻ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒരു 2 മിനിറ്റ് കൂടി എനിക്ക് തരണം. അപ്പൊ അങ്ങനെ ആ 6-ാം നൂറ്റാണ്ടിലെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവരെ പോലെ ജീവിക്കുകയാണോ നമ്മൾ വേണ്ടേ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദം നബി മുതൽ അവസാന കുട്ടി വരെയുള്ള ആളുകൾക്കും അഖീദയിൽ മാറ്റമില്ല. അള്ളാഹു ഏകനാണ്, അവനാണ് നമ്മുടെ റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ ഖാലിഖ്, മാലിക്, മുദബ്ബിർ, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന ഇതിന്റെ എല്ലാം ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആ അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കണം, വിശ്വസിക്കണം. ഓക്കെ, അതില് ആദം നബിക്കും നമ്മളെ ഇന്നുള്ള ആളുകൾക്കും ഇനി നാളെ വരാനുള്ള ആളുകൾക്കും അഖീദയിൽ വ്യത്യാസമില്ല. എന്നാൽ സോഷ്യൽ ആക്ടിവിസങ്ങളില്ലേ, സോഷ്യലായിട്ട് നമ്മള് ഒരു കൂട്ടമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾ സോഷ്യലായിട്ടുള്ള നമ്മളുടെ ഇടപെടലുകളിൽ മാറ്റം വരും. റസൂലുള്ളാഹിന്റെ കാലത്ത് പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും ഇടചേർന്നിട്ടുള്ള പരിപാടിയൊന്നുമില്ല. എന്നാൽ ഇന്ന് നമ്മളെ സ്കൂളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ +2, +1, +2 ഒക്കെ പ്രായപൂർത്തിയായ ആണും പെണ്ണും ഇടകലർന്നല്ലെങ്കിൽ പോലും ഒരു ക്ലാസ് റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ പറ്റൂ. അല്ല ഇനി വുമൺസ് മാത്രമായിട്ടുള്ളത് ഉണ്ടെങ്കിൽ അവിടെ പഠിപ്പിക്കാതെ നല്ലതാണ്. പക്ഷെ ഇന്ന് ഗവൺമെന്റ് വിദ്യാഭ്യാസം നമ്മുടെ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ്. അത് നമ്മൾ നൽകിയിരിക്കണം, അവരുടെ അവകാശമാണ്, അത് തടയാൻ പറ്റില്ല. പക്ഷെ അത് മിക്സഡ് ആയിട്ടുള്ള സ്കൂളുകളിലാണ് ലഭിക്കുക എന്ന് പറഞ്ഞിട്ട് അത് ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിപ്പിക്കാതിരിക്കാനൊന്നും കഴിയില്ല. അപ്പൊ നമ്മുടെ വിശ്വാസം എന്നുള്ളത്, ഷഹാദത്ത്, അത് പൂർണ്ണമായിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ ഒരു ബാഹ്യാർത്ഥം മാത്രമല്ല, അതിന്റെ ആന്തരികമായിട്ട് എത്രത്തോളം ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ അത്രയും ആഴത്തിൽ അത് മനസ്സിലാക്കുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ നമ്മൾ എത്രത്തോളം പഠിക്കാൻ കഴിയുമോ അത്രത്തോളം പഠിക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മളിവിടെ വിദഅത്ത്, ശിർക്ക് എന്ന് പറഞ്ഞിട്ട് ഭയപ്പെടേണ്ടതില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഷിർക്ക് എന്നുള്ളത് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാര്യം ഷിർക്ക് എന്താണെന്ന് അറിയാത്തവന് തൗഹീദ് നിലനിർത്താൻ കഴിയില്ല. ഇനി ചുഴലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന, ഞാൻ വ്യക്തിപരമായിട്ട് ഒരാളെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യല്ല, നിങ്ങൾക്ക് സത്യത്തിലുള്ള നേതാക്കന്മാരെ അവരുടെ ആശയങ്ങളെ പറ്റിയൊന്നും എനിക്ക് അറിയില്ല. ഇദ്ദേഹം കുറച്ച് അറിയുള്ളൂ. കേട്ടിട്ടുണ്ട് ഞാൻ. നിങ്ങളുടെ വീഡിയോയിൽ തന്നെ പ്രതിപാദിക്കുന്നു, അവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതിന് കാരണമുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ ഒരു സംഘടനയിലേക്കോ അങ്ങനെ ക്ഷണിക്കുന്ന ആളല്ല. ഞാൻ അങ്ങനെ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുമല്ല. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സംഘടന പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ ദീൻ പഠിക്കുന്ന കാര്യത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കാറുമില്ല. ഇല്ല, ഞാനും ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. ഇല്ല, ഞാനും അങ്ങനെ ഒരു സംഘടനയുടെ പിന്നാലെ പോകുന്ന ആളോ അല്ലെങ്കിൽ അങ്ങനെ അതിന് താല്പര്യമുള്ള ആളൊന്നും അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ചെയ്യാൻ തന്നെ ഒരുപാട് ഫെയിലിയർ ആയിട്ട് നടക്കുന്ന ഒരു ആളാണ്. ശരിക്കും സ്വന്തം കാര്യത്തിൽ തന്നെ ഒരുപാട് മിസ്റ്റേക്കുകളും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്. അപ്പം പിന്നെ അറ്റ്ലീസ്റ്റ് ചെയ്യുന്ന കാര്യം റെഡിയാക്കി എടുക്കുക അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ് ശരിക്കും. നമ്മൾ പോണത് റോങ് റൂട്ട് ആണെങ്കിൽ നമ്മൾ തിരിച്ചുക, അത്രയാണ് ഉദ്ദേശം. അതിനുള്ള സൊല്യൂഷനുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പൊ ഈ സംഘടനകൾ എന്ന് പറഞ്ഞാൽ സംഘടനയിൽ പ്രവർത്തിച്ചതും സംഘടനയുടെ വലിപ്പത്തരവും വമ്പത്തരവും ഒന്നും അല്ല നാളെ നമ്മുടെ ഹിസാബിന്റെ സമയത്ത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സംഘടനയിൽ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടേതല്ലാത്ത ചില വാദങ്ങളും ചിലപ്പോൾ നമ്മൾ ന്യായീകരിക്കാനും നിർബന്ധിതരാകും. തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ശരിക്കും നമുക്ക് നമ്മുടേതായിട്ട് നമുക്ക് തെറ്റാണെന്ന് തോന്നുന്നത് എപ്പോഴും തിരുത്താം, നമുക്ക് ശരിയാണെന്ന് തോന്നുന്നത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും സ്വീകരിക്കാം. അതിനിപ്പോ നമ്മൾ വേറൊരാളെ പിൻബലോ അല്ലെങ്കിൽ വേറൊരാളെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ. സംഘടനയുടെ പിൻബലം ഉണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാവും. ശരിക്കും പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഒരു കാര്യം എടുക്കേണ്ടതും ഒഴിവാക്കേണ്ടതും. അതെ, സംഘടനയല്ലല്ലോ ശരിക്കും പ്രമാണങ്ങൾ എന്നുള്ളത്. പരിശുദ്ധ ഖുർആന്, സ്വഹീഹായ ഹദീസ്, ഇത് പരമാവധി പഠിക്കാൻ നോക്കുക. അപ്പം പറഞ്ഞു വന്നത് അതാണ് എന്റെ ആവശ്യം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേൾക്കൂ. ഇത് നിങ്ങളൊരു സംഘടനയിലേക്ക് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കാര്യം പറഞ്ഞത്. ചുഴലി അബ്ദുള്ള മൗലവിയുടെ ഷഹാദത്ത്, തൗഹീദ് പോലെയുള്ള പ്രഭാഷണങ്ങളിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് യഥാർത്ഥ തൗഹീദ് പഠിക്കാൻ കഴിയും. പിന്നെയും ഉണ്ട് ഒരുപാട് ആളുകള്, നിഷ്പക്ഷരായ ആളുകള്, യഥാർത്ഥ ദീന്, കറകളഞ്ഞ ദീന് പറഞ്ഞു തരുന്ന ആളുകളുണ്ട്.
അവരിൽ നിന്ന് അവരുടെ കുത്തുബകള്, അവരുടെ ഇനി ഈ ചുവലി അബ്ദുള്ള മൗലവിയുടെ തന്നെ ഈ വിഷയത്തിലല്ലാത്ത ഇന്ന് ആനുകാലികമായ വിഷയത്തിൽ പല വിഷയങ്ങളിലും വിയോജിപ്പുണ്ട്, അതിനെതിരെ വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ അദ്ദേഹം പറയുന്ന തൗഹീദ് കറകളഞ്ഞതാണ്, ഉൾക്കൊള്ളാവുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ കൂടെ തന്നെ ചോദിക്കുന്നത് ഇപ്പോ പിന്നെ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ ചില സമയത്ത് ചില ഹദീസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കെട്ടി പറയാനൊക്കെ പറ്റുന്നത് നിങ്ങൾക്ക് അതിനെ പറ്റി ഒരു അറിവുള്ളതുകൊണ്ടല്ലേ? ഒരു കാര്യം പറയുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആശയത്തിനെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് അതങ്ങനെയല്ല, അത് ഇന്നതാണ് എന്ന് പറയാൻ നമുക്ക് അതിന്റെ ഒരു കൃത്യമായ സോഴ്സിനെ പറ്റി നമ്മൾ അറിഞ്ഞ് അതിനെപ്പറ്റി പഠിച്ചാലല്ലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അതല്ലേ ഇപ്പൊ പറഞ്ഞത്? അല്ല, അത് മനസ്സിലായി. അത് നമ്മളൊരു ഒരാളുടെ അതാണ് നിങ്ങളോട് സംസാരിച്ചപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം പറയാം. നിങ്ങളൊരു സംഭവം നിങ്ങളുടെ മനസ്സിലുണ്ട്, ഈ പറയുന്നതൊന്നും അല്ല നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ അങ്ങനെയല്ല, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഇപ്പോ ഇടിച്ച് കെട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹദീസ് ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ അതൊന്നും പിന്നെ അവൈലബിൾ ആണോ എന്നോ എനിക്കറിയില്ല. അപ്പൊ അത് അവൈലബിൾ ആണോ? അങ്ങനെയാണെങ്കിൽ അത് ഏത് സോഴ്സിൽ നിന്ന് നമുക്ക് എടുക്കാം? അതാണ് എന്റെ ചോദ്യം. എന്റെ പൊന്നു സഹോദര, ഹദീസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കാര്യമൊന്നുമില്ല. ആ ഒരു ഹദീസ് അത് അതിന്റെ വ്യാഖ്യാനം എന്താണ്, അത് വിശദീകരണം എന്താണ്, അതൊക്കെ പഠിക്കണം. അത് നമ്മൾ പ്രാഥമികമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്ന് അറബ് ഭാഷയാണ്. ഇന്ന് അത് കൃത്യമായിട്ട് നമുക്ക് എത്തിച്ചു നൽകുന്ന ആളുകളുടെ അവര് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്ന് അത് പഠിച്ചെടുക്കുക. കുറച്ചു കാലം പഠിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും അതിലേക്ക് നിങ്ങൾ റൂട്ട് തിരിഞ്ഞു പോയിക്കോളും. നിങ്ങൾ കൂടുതൽ പഠനങ്ങളിലേക്ക് അത് നിങ്ങൾക്ക് തുറന്നു വരും. ആദ്യം നമ്മൾ ബേസിക് ആയിട്ട്, ഞാൻ അതാണ് ഫസ്റ്റ് മുതൽ അടിസ്ഥാനം മുതൽ ഒറ്റയടിക്ക് ഞാൻ ഇങ്ങനെ പറയില്ലല്ലോ നിങ്ങൾക്ക് ചെയ്തു തന്നത്. അതായത് എന്താണ് സ്വഹാബത്തിന് റസൂലുള്ള നൽകിയത്? അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് ആഴത്തിൽ യഥാർത്ഥ ഇബാദത്തായ തൗഹീദ് എന്നുള്ള അത് കൂടുതൽ ആഴത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അവർക്ക് ക്രമേണ അവരുടെ ജീവിതത്തില് ക്രമേണ ഓരോ കാര്യങ്ങള് അവർക്ക് നിഷിദ്ധമാക്കിയത് നിഷിദ്ധമാക്കിക്കൊണ്ടും അവർക്ക് വിധിവിലക്കുകൾ കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ അതിന് ആത്യന്തികമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ റബ്ബിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിന് തൗഹീദ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് വേണ്ടത്. അത് നമ്മൾ ഒറ്റക്കിറങ്ങിയിട്ട് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഫാത്തിഹയുടെ അർത്ഥം ആഴത്തിൽ പഠിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ തീരുവാണ്. പക്ഷെ നമുക്കതിന്റെ അർത്ഥം ആ ഒരു ബാഹ്യാർത്ഥമോ വാക്കർത്ഥമോ അതൊന്നും അല്ലാതെ അതൊന്നുകൂടി ആഴത്തിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ള ആ ഒരു ഇത് മാത്രം എടുത്താൽ തീരുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ സംശയങ്ങൾക്ക് അതിലൊരുപാട് അത് നിങ്ങൾ ഇന്നേവരെ നോക്കിയിട്ടുണ്ടോ? അത് പരിശുദ്ധ ഖുർആന് എന്നുള്ള 6000 ചില്ലാനം ആയത്തുകളിലുള്ള ഓരോ വാക്കുകളും നമുക്ക് ജസ്റ്റ് അതൊന്ന് പഠിക്കാനുള്ള ഇത് മാത്രമാണ് പരിഭാഷയിലുള്ളത്. ആഴത്തിൽ അതിന്റെ വ്യാഖ്യാനം ഹദീസുകളാണ്. അപ്പൊ മനസ്സിലായോ നിങ്ങൾ എങ്ങനെയാണ് ഹദീസിലേക്ക് എത്തുക എന്നുള്ളത്? ഹദീസ് പഠിച്ചിട്ട് അത് മാത്രം വെച്ച് അമല് ചെയ്യുമ്പോ അവർക്ക് വേറെ കുറെ പ്രശ്നങ്ങൾ വന്നു പോയേക്കാം. പരിശുദ്ധ ഖുർആൻ മാത്രം വാക്കർത്ഥം എടുത്തിട്ട് അത് മാത്രം വെച്ചിട്ട് അമല് ചെയ്യുമ്പോ നിസ്കാരത്തെ കുറിച്ച് അറിയില്ല. നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ നിസ്കാരം എന്നുള്ളത് അത് ഹദീസിലേ ഉള്ളൂ. അപ്പൊ നമ്മള് അടിസ്ഥാനപരമായിട്ട് തൗഹീദ് എന്നുള്ള ആ ഒരു പരിശുദ്ധ ഖുർആനിന്റെ 3-1 തൗഹീദാണ്, 3-1 ആഖിറത്താണ്, 3-1 റിസാലത്താണ്. ഈ 3 കാര്യങ്ങളും ഡീപ്പായിട്ട് അത് എത്രത്തോളം നമ്മുടെ പഠനം എത്രത്തോളം ആഴത്തിലേക്ക് പോകുന്നു അത്രയും നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ഉള്ളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിനിടയ്ക്ക് നമ്മൾ ഏതെങ്കിലും തൽപര കക്ഷികളുടെ അവരുടെ ജീവിതോപാധിയായ ചില തരികിടകൾ അതിലേക്ക് മുഖം കൊടുക്കാതെയും ശ്രദ്ധ കൊടുക്കാതെയും അവോയ്ഡ് ചെയ്തുകൊണ്ട് നാം യഥാർത്ഥ ദീനിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങുക. നമുക്ക് ജീവിക്കുന്ന ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സാധാരണ ലോകത്തെല്ലാം കാണുന്ന പോലെ മറ്റു മതങ്ങളെ പോലെ ഒരു മതമല്ല. ഇതൊരു ജീവിത സംവിധാനമാണ്. നാം എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം, എന്ത് സംസാരിക്കണം, എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യണം, എവിടെ നിന്ന് വന്നു എന്നുള്ളതെല്ലാം പ്രതിപാദിക്കുന്ന ഒരു സംവിധാനമാണിത്. നമ്മളെ മക്കൾക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഭക്ഷണം വലത് കൈകൊണ്ട് ഭക്ഷിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ എന്റെയും നിങ്ങളുടെയും അഭിപ്രായമായിട്ടല്ല നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് അധ്യാപനം, ഇസ്ലാമിക അധ്യാപനാണ്.
അവര് പ്രായപൂർത്തിയാകുമ്പോ പെൺകുട്ടിയാണെങ്കിൽ ഇത്രയാണ് നിന്റെ ഔറത്ത് പുറത്തിറങ്ങുമ്പോ അന്യ ആളുകൾക്കിടയില് അത് എന്റെയും നിങ്ങളുടെയും അഭിപ്രായമല്ല നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മുസ്ലിയാരുടെയോ മൗലവിയുടെയോ അഭിപ്രായമല്ല. അത് റബ്ബിന്റെ തീരുമാനങ്ങളാണ്, അധ്യാപനങ്ങളാണ്, അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ പഠിപ്പിച്ചതാണ്. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം പ്രവർത്തിക്കുന്ന ഓരോ എന്ത് പ്രവർത്തിക്കാൻ പാടില്ല, അത് നമ്മുടെയോ നമുക്ക് പറഞ്ഞു തരുന്നവരുടെയോ അഭിപ്രായം നമ്മൾ എടുക്കുന്നില്ല. പരിശുദ്ധ ഖുർആന്റെയും അതിന്റെ വ്യാഖ്യാനമായ സ്വഹീഹ ഹദീസുകളിലൂടെയും നമുക്ക് നൽകിയ അധ്യാപനങ്ങളിലാണ് നാം ഓരോ വിധിവിലക്കുകൾ മനസ്സിലാക്കുന്നത്. അപ്പോ നമ്മള് ഖുർആനും സുന്നത്തും യഥാവിധി മനസ്സിലാക്കുക. അത് ജീവിക്കാൻ വേണ്ടിയിട്ടൊരു മതം അതാവരുത്. നമ്മുടെ ജീവിതം അതൊരു മതം എന്നുള്ളത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞ അള്ളാഹുവിൻകൽ ഒരു ജീവിത മതമായിട്ടുള്ള ഈ ദീനുൽ ഇസ്ലാം, അതിൽ അന്യന്റെ മുതല് അന്യായമായിട്ട് കവർന്നെടുക്കരുത്, മദ്യപിക്കരുത്, പലിശ വാങ്ങരുത്, കൊടുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ ആ ഒരു റൂട്ടിൽ നിന്നുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അതിന് പരിശുദ്ധ ഖുർആനും സ്വഹീഹ ഹദീസും ധാരാളം. ഇൻഷാ അല്ലാഹ് ഇനി എന്താണ് ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്നതൊന്നും എനിക്ക് പിന്നെ എന്താ പറയാ കൂടുതൽ പഠിക്കണം. എന്റെ ഒരു ധാരണ എന്ന് പറയുന്നത് പിന്നെ ഹദീസുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും, അതിൽ കൃത്യമായിട്ട് ഉണ്ടാവും. നമ്മള് അത് നോക്കി പഠിച്ചിട്ട് ബാക്കി ആൾക്കാരൊക്കെ ഒഴിവാക്കാം, നമുക്ക് മാത്രം സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നൊക്കെ ആയിരുന്നു എന്റെ ഒരു തെറ്റിദ്ധാരണ. അത് നിങ്ങൾ പറഞ്ഞപ്പോ അത് അറിവുള്ളവർ പറഞ്ഞു തരേണ്ടതാണ്. തീർച്ചയായിട്ടും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റും. അല്ലെങ്കിൽ നമുക്ക് അറബ് ഭാഷയില് ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങളെല്ലാം അറബ് ഭാഷയിൽ, ഇനി അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിലേക്കോ ഹിന്ദിയിലേക്കോ ഇംഗ്ലീഷിലേക്കോ ലോകത്തെ ഏത് ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുവാനുള്ള സാഹചര്യം ഉണ്ട്. ലിമിറ്റേഷൻ ഉണ്ട്. അല്ല അതൊക്കെ പഠനം സ്വാഭാവികമായിട്ടും നടക്കും. ആദ്യം ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആ ബേസിക് ആയിട്ടും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു കാര്യം പറയാം, നമുക്ക് തപാല് വഴി ഒരു ബുക്ക് വരുത്തിയിട്ട് നീന്തൽ പഠിക്കുന്ന പോലെയായി പോകും. അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങൾ ആദ്യം ഇറങ്ങുക, കൈകാലിട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കൈകാലിട്ട് അടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആവശ്യമാണ്. അപ്പൊ ഈ പറയുന്നത് ഏറ്റവും ബേസിക് എന്നുള്ളത് തൗഹീദാണ്. തൗഹീദ് എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ഇതാണ് നമ്മളുടെ ഷഹാദത്ത് കലിമ. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് കലിമത്ത് ഷഹാദയാണെങ്കിൽ അത് എത്രത്തോളം ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കൊരു ഉദാഹരണം പറയാം. ലാ ഇലാഹ ഒരു ഇലാഹും തന്നെ ഇല്ല. അപ്പൊ എന്താണ് ഇലാഹ്? ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് അർഹനാണ്. എന്താണ് ആരാധന? എന്താണ് ആരാധന എന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടുള്ള ഇലാഹ് എന്ന് പറയുന്ന ഒരു ഇലാഹും ഇല്ല, ആരാധനയ്ക്ക് അർഹനായിട്ട് ഒരാളും തന്നെ ഇല്ല. എന്താണ് ആരാധന? എന്തുകൊണ്ട് ഒരാളും തന്നെ ആരാധനയ്ക്ക് അർഹനായിട്ടില്ല? ഇല്ലല്ല, അള്ളാഹു ആണ് ആരാധനയ്ക്ക് അർഹൻ. അള്ളാഹു ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് അള്ളാഹു ആരാധനയ്ക്ക് അർഹനായത്? ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ തന്നെ പഠിക്കുവാൻ എത്രയുണ്ട് സഹോദര. ഇൻഷാ അല്ലാഹ് എനിക്കൊരു കോള് കണ്ടിന്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നാം ഈ സംസാരിച്ചത് നിങ്ങളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. ഇത് ഒരു പഠന വിഷയമായിട്ട് അക്കാഡമിക് പർപ്പസ് ആയിക്കൊണ്ട് ഇത് ആർക്കെങ്കിലും ഉപകാരപ്രദമാകുന്ന വിധത്തിൽ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ആരാണെന്ന് അറിയില്ല. അങ്ങനെ കൊടുത്താൽ കുഴപ്പമില്ല. ഇതിനകത്ത് അതിന് മാത്രം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല കൊടുക്കാം. നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ഇതിലുണ്ടാവില്ല. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ആളുകൾ ഉണ്ടാവും, വിളിക്കുവാനും സംസാരിക്കുവാനും മടിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഞാനിപ്പോ പറഞ്ഞത് എന്റെ ഒരു പാണ്ഡിത്യമൊന്നുമല്ല പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ആ ഒരു ഉദ്ദേശം തന്നെയാണ് ശരിക്കും, ആ ഒരു ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചതും. ഇൻഷാ അല്ലാഹ്. എന്തായാലും സഹോദരൻ, ഈ പറഞ്ഞ കാര്യത്തിൽ ഞാനൊരു അഡ്വൈസും കൂടി തരാം. ഒരു ദിവസം നിങ്ങൾ അലാറം വെച്ച് നീക്കുക. തഹജ്ജുദിന്റെ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നിങ്ങൾ നിഷ്കളങ്കമായിട്ട്, നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിഷ്കളങ്കമായിട്ട് തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ചോദിച്ചു നോക്കൂ. സത്യമായിട്ട് മനസ്സിലാക്കാനുള്ള സോഴ്സ് അല്ലാഹ് നീ എനിക്ക് കൊണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.